ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 74 ഭഗവാന്റെ മഥുരാപുരി പ്രവേശം. ശ്ലോകം 3. താസാമാകലയന്നപാംഗവലനൈർമോദം പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത്പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതഃ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃഥാസോപ്യാപ പുണ്യാം ഗതിം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം അതേപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. താസാം ആകലയൻ അപാംഗ വലനൈർമോദം പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയ വസനം യാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷം അഹൃഥാ സോപ്യാപ പുണ്യാം ഗതിം. അർത്ഥം: അപാംഗവലനൈ രാഗാർദ്രങ്ങളായ നോട്ടങ്ങൾ കൊണ്ട് താസാം ആ മഥുര നഗര വനിതകൾക്ക് മോദം സന്തോഷം അകലയൻ നൽകുന്നവനായും ജനേഷു ജനങ്ങൾ പ്രഹർഷാദ്ഭുതവ്യാലോലേഷു സന്തോഷത്താലും അദ്ഭുതത്താലും ഇളകിയപ്പോൾ തത്ര അവിടെ കഞ്ചിത് ഒരു രജകം അലക്കുകാരനോട് പടീം വസ്ത്രം പ്രാർത്ഥയൻ പ്രാർത്ഥിക്കുന്നവനായി ക ആര് രാജകീയ വസനം രാജവസ്ത്രം തേ നിനക്ക് ദാസ്യതി തരും യാഹി നീ പോക ഇതി ഇപ്രകാരം തേന അഹങ്കാരിയായ അവനാൽ ഉദിത പറയപ്പെട്ടവനായ അങ്ങ് സദ്യ ഉടനെ തന്നെ കരേണ കൈക്കൊണ്ട് തസ്യ അവൻ്റെ ശീർഷം തല അഹൃഥാ എടുത്തുകളഞ്ഞു സ അപി അവനും പുണ്യാം പാവനമായ ഗതിം ഗതിയെ ആപ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളും എങ്ങനെ വായിക്കാമെന്നും നോക്കാം. താസാം ആകലയൻ അപാംഗ വലനൈർ മോദം ചേർത്ത് ചൊല്ലുമ്പോൾ താസാമാകലയന്നപാംഗവലനൈർമോദം മോദം 2 മാന്ന് വേണം ചേർത്ത് ചൊല്ലുമ്പോൾ. പ്രഹർഷാദ്ഭുത അദ്ഭുത എന്നുള്ളതിന് ത് ഭ എന്ന് ചേർത്തിട്ടാണത്. പ്രഹർഷാദ്ഭുത വ്യാലോലേഷു അത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് ഞ ച എന്നാണ് കഞ്ചിത് പടീം പ്രാർത്ഥയൻ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക സ്തേ ചേർത്തിട്ട് കസ്തേ ദാസ്യതി രാജകീയ വസനം യാഹീതി തേനോദിത അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സദ്യസ്തസ്യ എന്നുള്ളതിന് 1 സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. സദ്യസ്തസ്യ കരേണ ശീർഷം അഹൃഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഹൃഥാ അവിടെ നീട്ടിയിട്ട് വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ ശീർഷമഹൃഥാ. വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സ അപി ആപ അതാണ് സോപ്യാപ. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. ശീർഷമഹൃഥാസോപ്യാപ പുണ്യാം ഗതിം. താസാമാകലയന്നപാംഗവലനൈർമോദം പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രജകം
കഞ്ചിത്പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതഃ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃഥാ സോപ്യാപ പുണ്യാം ഗതിം. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിഃ സ്തവകൈഃ സ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിഥ പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം എങ്ങനെ വായിക്കാമെന്നും നോക്കാം. ഭൂയോ വായകം ഏകം ആയതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിഃ സ്തവകൈഃ സ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിഥ പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. അർത്ഥം: ലക്ഷ്മീപദേ, ലക്ഷ്മീവല്ലഭ, ഭൂയ, വീണ്ടും, തോഷേണ, സന്തോഷത്താൽ, വേഷോചിതം, വേഷത്തിനു ചേർന്ന പട്ടുകൾ, ദാശ്വാംസം, തന്നവനും, ആയതമതിം, കൂർമ്മബുദ്ധിയുമായ, ഏക, ഒരു, വായകം, നെയ്ത്തുകാരനെ, സ്വപദം, തൻ്റെ സ്ഥാനത്തെ, നിനേഥ, നയിച്ചു, ജീവാത്മനാം, ജീവജാലങ്ങളുടെ, സുകൃതം, പുണ്യത്തെ, ക, ഏതൊരുവൻ, വേദ, അറിയുന്നു, പുനഃ, പിന്നീട്, മാലാകൃത, മാല കൊടുത്തവനാൽ, മാലാഭി, പുഷ്പമാലകൾ കൊണ്ടും, സ്തവകൈ, പൂങ്കുലകൾ കൊണ്ടും, സ്തവൈ അപി, സ്തോത്രങ്ങൾ കൊണ്ടും, മാനിത, ബഹുമാനിതനായിട്ട്, തേന, അവനാൽ, വൃതാം, വരിക്കപ്പെട്ട, പരാം, ഏറ്റവും ശ്രേഷ്ഠമായ, ഉച്ചമായ, ഭക്തിം, ഭഗവത് പ്രേമത്തെയും, ലക്ഷ്മീം ച, ഐശ്വര്യത്തെയും, ദിദേശിഥ, അങ്ങ് ദാനം ചെയ്തു. ഇതിലെ അക്ഷരങ്ങളും എങ്ങനെ വായിക്കാമെന്നും ഒന്ന് നോക്കാം. ഭൂയോ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വായകം, ഏകം, ആയതമതിം ചേർത്തിട്ട് വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം, ദ എന്നൊക്കെയുള്ളത് ദയിൽത്തേണ്, ദാശ്വാംസം സ്വപദം, പദം എന്നുള്ളതിൻ്റെ ദ എന്നും ദയിൽത്തെ, സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. നിനേഥ, നമ്മൾ നിറയെ പഠിച്ചതാണിത്. ഫസ്റ്റിൽ ഈ അക്ഷരം വരുമ്പോൾ നമ്മൾ നാന്ന് ഉച്ചരിക്കണം, അടുത്ത് വരുന്നതൊക്കെ നാന്ന് ആണ് ഉച്ചരിക്കേണ്ടതെന്ന്. ഇവിടെ നിനേഥ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുകൃതം കോ വേദ ജീവാത്മനാം, മ, ത്, മ എന്നാണ്, ജീവാത്മനാം നീട്ടിയിട്ട് മുറുക്കം. മാലാഭി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, അവിടെ വിസർഗം. സ്തവകൈ, അവിടെയും വിസർഗം. സ്തവൈ അപി, സ്തവൈരപി, പുനർ മാലാകൃത, അതൊന്നിച്ച് ചൊല്ലണം. പുനർമാലാകൃത ചേർത്ത് ചൊല്ലുമ്പോൾ മാന്ന് രണ്ടെണ്ണം ഉണ്ട്. മാനിതോ ഭക്തിം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തീം എന്നുള്ളത് കാത്ത എന്നാണ്. തേന വൃതാം ദിദേശിഥ, ദ എന്നുള്ളത് ദയിൽത്തെ, ദി ദേ എന്നുള്ളത് രണ്ട് ദ എന്നും ദയിൽത്തെ, ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പരാം ലക്ഷ്മീം ച ചേർത്തിട്ട് ലക്ഷ്മീഞ്ച, ഞ്ച എന്നുള്ളത് ഞാൻ ച എന്നാണ്. ലക്ഷ്മീം ച അത് ചേർത്തിട്ടുള്ള വാക്ക് ലക്ഷ്മീഞ്ച. ലക്ഷ്മീപദേ, ക്ഷ്മി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം രണ്ട് സ്ഥലത്തും. ലക്ഷ്മീഞ്ച ലക്ഷ്മീപദേ.
ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭി സ്തവകൈः സ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിഥ പരാം ലക്ഷ്മീഞ്ച ലക്ഷ്മീപതേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.